engineers. India mottham engineers. Hey, hello everybody. This is NYST with another episode of Triplock. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മ്യൂസിയമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ എത്രത്തോളം എഞ്ചിനീയേഴ്സ് ഉള്ളതെന്ന്. നമ്മുടെ ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു വിശ്വേശ്വരയ്യ. നമ്മളിന്ന് കാണാൻ പോകുന്നത് അദ്ദേഹത്തിനോടുള്ള ആദരവായി നിർമ്മിച്ച വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം ആണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 1962 ജൂലൈ 14 നമ്മളെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയും പിന്നെ ശനി ഞായർ വൈകിട്ട് 8 മണി വരെയുമാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. 75 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ്. പിന്നെ സ്കൂളുകൾക്ക്, കോളേജുകൾക്ക്, പിന്നെ മറ്റ് സ്കൂൾ കുട്ടികൾക്കൊക്കെ കൺസെഷനും ഇവിടെ അവൈലബിൾ ആണ്. ടിക്കറ്റ് കൊടുത്ത് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നതാണ് ഈ വിശ്വേശ്വരയ്യയുടെ നല്ല ഭംഗിയുള്ളൊരു പ്രതിമ. ഇന്ത്യ മഹാരാജ്യത്തിന് അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിനെ പ്രീ എമിനൻറ്റ് എഞ്ചിനീയർ ഓഫ് ഇന്ത്യ എന്ന് കണക്കാക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ മുകളിലേക്കുള്ള ഡയറക്ഷൻ ബോർഡും താഴെ തന്നെ എൻജിൻ ഹോളും കണ്ടു. ഈ ഹോള് മൊത്തം കണ്ടു തീർന്നിട്ട് മുകളിലേക്ക് കയറാമെന്നുള്ള പ്ലാനായിട്ട് ഇതിലെ ഇങ്ങനെ നടന്നു. ഇവിടെ ഒരുപാട് പേര് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി സന്തോഷിക്കുകയാണ്. മറ്റു ചിലർ താഴത്തുനിന്ന് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ട് ഉല്ലസിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഞാനും അങ്ങ് താഴത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഓരോ ഉപകരണങ്ങളുടെ അടുത്ത് കൂടെ ഞാനും അങ്ങ് നടന്നു. ഇത് ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഒരു ബോയിലർ ആണ്. ഞാനിങ്ങനെ നടന്നു. ഒരുപാട് മെഷീൻസ്, അതിൻ്റെ പാർട്സ്, അതിൻ്റെ ഇൻഫോർമേഷൻ ഫോട്ടോസായിട്ടും അങ്ങനെയൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ കാണുന്നത്. ഇത് ഒരു ഫേമസ് മെഷീൻ ആയതുകൊണ്ട് എല്ലാവർക്കും പ്രവർത്തിപ്പിച്ച് കാണാൻ വളരെ ആകാംക്ഷയായിരുന്നു. അതുകൊണ്ട് സ്വന്തം ഒന്ന് പ്രവർത്തിപ്പിച്ച് കാണാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരുവിധം എല്ലാ മെഷീൻസിൻ്റെ മുൻപിലും ഇതുപോലെ ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ മെഷീൻസിൻ്റെ ഓപ്പറേഷൻസ് കാണാൻ പറ്റും. ഈ മെഷീൻസിൻ്റെ പ്രധാനപ്പെട്ട നമുക്ക് കാണേണ്ട ഭാഗങ്ങളൊക്കെ അവർ ക്രോസ് സെക്ഷനായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഓയിൽ പോകുന്നതും, പിന്നെ പിസ്റ്റൺ അനങ്ങുന്നതും, ഈ ചാമ്പർ അനങ്ങുന്നതും, ഗിയർ സിസ്റ്റം ചലിക്കുന്നതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഹരാണ്. പ്രത്യേകിച്ച് നമുക്കിതൊരു പരിചയമുള്ള മെഷീൻ ആയതുകൊണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ബൈസിക്കിളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ എഞ്ചിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ചെയിൻ ഡ്രൈവ് സിസ്റ്റം. ബോൾ എക്സ്പെരിമെൻറ്റ് സിസ്റ്റമാണിത്. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ബോൾ ഇടും. ഇത് ബോൾ പല വഴികൾ താണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നത് കാണാൻ നല്ല രസമാണ്. ഒരു ബോൾ വരുന്നുണ്ട്, 2 ട്രാക്കും കൂടി കഴിയാനുള്ളൂ. ഒരു ട്രാക്കും കൂടി അതാ സാധനത്തി, ഒന്നും കൂടി വരുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, അതും എത്തി. അപ്പോൾ ഇതെന്നെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. മുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ കറങ്ങി ആദ്യം ബോൾ ഇട്ടിട്ട് ഇങ്ങനെ അതിനെ ഒരു ചെയിൻ സിസ്റ്റത്തിൻ്റെ മേലെ കൂടി കയറ്റിയിട്ട് മുകളിലെത്തിക്കും. ഇങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണി അതിൻ്റെതാണ്. ഫുള്ള് കറങ്ങി പല വഴികളിൽ കൂടെ കറങ്ങി ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇട്ട സ്ഥലത്ത് തന്നെ വന്നിരിക്കും. എല്ലാവരും ഈ ഫ്ലോറിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഡൈനോസേഴ്സ്. വേൾഡിൽ ഫസ്റ്റായിട്ട് വിമാനം കണ്ടുപിടിച്ച് അത് നിർമ്മിച്ച് പിന്നെ സക്സസ്ഫുള്ളായിട്ട് പറപ്പിച്ച റൈറ്റ് ബ്രദേഴ്സും അവരുടെ വിമാനത്തിൻ്റെയും ഒരു മാതൃകയാണ് ഇവിടെ കാണിക്കുന്നത്.
ഒന്നാമത്തെ നിലയിലുള്ള ഫൺ സയൻസ് ഹാളിലേക്കാണ് ഇനി നമ്മൾ കയറുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നല്ല സൗണ്ടും ചിരിയൊക്കെയാണ്. ആൾക്കാർ നല്ല എൻജോയ് ചെയ്യുന്നൊരു ഹാളെന്ന് തോന്നുന്നുണ്ട്. മ്യൂസിക് ഇൻ എയർ. ഇത് രണ്ട് സൈഡിലും സെൻസർ വഴി കണക്ട് ചെയ്താണ്. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ആക്കുമ്പോൾ എയർ കട്ടാവും. അപ്പോൾ അവിടെ മ്യൂസിക് അതിനനുസരിച്ചിട്ട് ഡെവലപ്പ് ആവും. മണലിൻ്റെ മുകളിൽ കൂടെ അടിയിൽ നിന്ന് കാന്തം കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന മുത്തുകൊണ്ട് ചിത്രങ്ങൾ വരച്ചെടുക്കുന്നതാണ് ഈ സാൻഡ് ആർട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഇതെല്ലാവർക്കും അറിയാൻ മതി, പക്ഷെ കുട്ടികൾ ഇതിങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ടൊർണാഡോ, ഇത് സംഭവം അടിപൊളിയാണ്. ഒരു ചുഴലിക്കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് അവർ ഒരു ചെറിയ ഗ്ലാസ് കൂടിൻ്റെ അകത്ത് ഒരു ചുഴലിക്കാറ്റിൻ്റെ മാതൃകയിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കി തരാണ്. ചുഴലിക്കാറ്റിൻ്റെ രൂപം എങ്ങനെയാണ് മണൽത്തരികൾ ചുറ്റുന്നത് എന്നൊക്കെ. ഇതാ ഒരു അറ്റമില്ലാത്ത ഒരു കിണർ. എയർ കാനോൺ, ഇത് നല്ല രസമാണ്. ആ മുന്നിലുള്ള ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചുണ്ടാക്കിയത് എൻ്റെ ഡ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന ഈ ഗിൽറ്റ്സൊക്കെ ഇല്ലേ, അതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ ചെണ്ടയിൽ ഇങ്ങനെ മുട്ടുമ്പം അതിൻ്റെ വേവ്സ് പോയിട്ട് അവിടെ തട്ടിയിട്ട് ചിത്രങ്ങൾ ഇങ്ങനെ ഇളകുന്നത് കാണാം. നല്ല രസമാണ്. ആദ്യം നമ്മളെ വെയിറ്റ് നോക്കിയിട്ട് പിന്നെ ശരീരത്തിൽ എത്ര വെള്ളത്തിൻ്റെ അളവ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നൊരു സംഭവമാണ്. 2D to 3D. ഇത് ഒരു സ്റ്റാൻഡിൻ്റെ മേലെ കുറേ സ്റ്റിക്സ് ഉണ്ട്. ഈ സ്റ്റിക്കിൻ്റെ മേലെ കുറേ റാൻഡമായിട്ട് കുറേ ഷേപ്പ് ഇങ്ങനെ കാണാം. അപ്പോൾ നേരത്തെ കാണിച്ച മാതിരി ആ ബട്ടൺ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ റിവോൾവ് ചെയ്യും. അപ്പോൾ നമുക്കതൊരു 3D ഷേപ്പായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഓരോ പവറാണത്. ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് ഇതേപോലത്തെ അകത്ത് ഒരുപാട് മറ്റ് ചെറിയ ചെറിയ തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ ടിക്കറ്റും ടൈമിങ്ങും ഒക്കെ ആണ്. നമ്മൾ ഈ ഹാള് ഏകദേശമൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഈ ഹാളിലെ സെൻറ്ററിൽ നിന്ന് ഞാൻ മൊത്തമായിട്ടൊന്ന് 360 കാണിച്ചു തരാം. അപ്പം നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടാവും. അപ്പം എല്ലാം കൂടി ഒന്നും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രോ ടെക്നിക് എന്നൊരു മറ്റൊരു ഹാളിലേക്കാണ്. നമ്മളിങ്ങനെ ഹാളിലേക്ക് കയറി. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബോർഡുണ്ട്. പഴയ ഗ്രാമഫോണ്, നമ്മളെ ലാൻഡ് ഫോണിൻ്റെ ഒക്കെ ഒരു ഷേപ്പായിട്ട് നല്ല രസത്തിൽ വരച്ച് വെച്ചത്. പഴയ ടെലിഫോൺ എക്സ്ചേഞ്ചാണ് ഈ കാണുന്നത്. ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ വലിപ്പം കണ്ടില്ലേ. ഇതാണ് ട്രാൻസിസ്റ്റേഴ്സ്. അതായത് നമ്മളെ ഇലക്ട്രോണിക്സൊക്കെ ഇപ്പം ചെറുതായതിൻ്റെ ഒരു വലിയ ഘടകം ഇതാണ്. ഇത് പണ്ടുള്ള ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പകരം ഉപയോഗിച്ച വാക്യൂം ട്യൂബ്സാണ്. ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഇൻവെൻഷനാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ സൈസ് തന്നെ കുറയാനുള്ള ഒരു മെയിൻ ഘടകം. ഏറ്റവും താഴെ ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ്സ്, പിന്നെ സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ ഏറ്റവും മുകളിൽ തേർഡ് ജനറേഷൻ നമ്മുടെ IC ഇൻ്റഗ്രേറ്റഡ് ചിപ്സ്. ഈ വലുപ്പത്തിലുള്ള തേർഡ് ജനറേഷൻ ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് പോലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് പ്രോഡക്ട്സിൽ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. മോഡേൺ ടെക്നോളജീസായ VLSI പിന്നെ CMOS ടെക്നോളജീസൊക്കെ കൊണ്ട് മോഡേൺ പ്രോസസ്സേഴ്സ് ICs ഒക്കെ വളരെ മൈക്രോ സൈസിലാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ IBMൻ്റെ കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം കണ്ടില്ല. ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് ഉള്ളതെന്ന്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കാലത്ത് നമ്മുടെ മൊബൈലിൽ തന്നെ വേണമെങ്കിൽ നമുക്കൊരു കൊച്ചു കമ്പ്യൂട്ടർ എന്ന് പറയാം. അത്രക്കും അഡ്വാൻസ്മെൻറ്റാണ് ഈ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായത്. ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെ ഫാസ്റ്റായി, പിന്നെ സൈസ്.
ഇത് നമ്മൾ സ്ഥിരം ഒരുവിധം പ്ലാനറ്റോറിയത്തിൽ പിന്നെ ടെക്നിക്കൽ എക്സിബിഷനിലൊക്കെ കാണുന്ന ഓരോ മോഡലാണ് ഈ തെർമൽ പ്ലാന്റ്, പിന്നെ ന്യൂക്ലിയർ പ്ലാന്റ് ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും ഭാവിയിൽ എനർജിക്ക് അത്രത്തോളം ആവശ്യകത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും നല്ലത് തന്നെയാണ്. സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ലോ പിന്നെ തിയറംസൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് സ്പേസ് ടെക്നോളജി ഹാളിലേക്കാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സ്പേസിലെത്തിയ ഫസ്റ്റ് ഇന്ത്യൻ രാകേഷ് ശർമ്മയുടെ ഒരു മോഡലും അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് നോക്കൂ. അദ്ദേഹം പറയുകയാണ്, അടുത്ത പ്രാവശ്യം ഒരാൾ ഭൂമിയുടെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവരെ അമേരിക്കനായിട്ടോ ഇന്ത്യനായിട്ടോ ചൈനീസായിട്ടോ അല്ല അറിയപ്പെടേണ്ടത്, മറിച്ച് അവരെ ഭൂമി എന്ന പ്ലാനറ്റിൽ നിന്ന് വരുന്ന ഒരു ആളായിട്ടാണ് അറിയേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് സ്പേസിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, മറ്റു ഉപകരണങ്ങളൊക്കെയാണ്. നമ്മുടെ മനസ്സിൽ കുറച്ച് സങ്കല്പങ്ങളും ഇതിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഇത് കണ്ട് ആസ്വദിക്കാൻ വേറെ എവിടെയും പോകണ്ട. ഔട്ടർ സ്പേസിൽ ആസ്ട്രോണോട്ട് ഉപയോഗിക്കുന്ന സ്പേസ് ഫുഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് കുറച്ച് ചാലഞ്ചിങ് പ്രോസസ്സാണ്. കാരണം ഫുഡ് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, ന്യൂട്രീഷൻ ആയിരിക്കണം, അതിലൊക്കെ ഉപരി ഫുഡ് പെട്ടെന്ന് കേടുവരാത്ത രീതിയിലുമായിരിക്കണം നിർമ്മിക്കേണ്ടത്. അധിക ഭക്ഷണങ്ങളും ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ ടൂത്ത് പേസ്റ്റ് പോലെ ഒരു ട്യൂബിലാക്കുകയാണ് പതിവ്. ഈ ചാലഞ്ചസൊക്കെ മറികടന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും സ്പേസിലേക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇൻസ്റ്റൻറ്റ് സോയ വെജ് പുലാവ്. അതിന് തൊട്ട് പിറകിലുള്ളതാണ് ഇൻസ്റ്റൻറ്റ് ബസുമതി റൈസ്. അതുപോലത്തെ മറ്റുള്ള ഫുഡ്സുകളും ആണ് ഇവിടെ കാണിക്കുന്നത്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ശ്രീ വിക്രം സാരാഭായിയെയും ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ മൈൽ സ്റ്റോണുകളുമാണ് ഇവിടെ കാണിക്കുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ കീഴിലുള്ള ഊട്ടിയിലെ ഒരു റേഡിയോ ടെലിസ്കോപ്പിൻ്റെ മോഡലാണ് ഇത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇതിന് ഫണ്ടിങ് ചെയ്തത്. ലൈവായിട്ട് മുകളിൽ കൂടി നടക്കാനുള്ളൊരവസരം. നമ്മളിപ്പോൾ ഉള്ളത് മിഷൻ ടു മൂൺ എന്ന് പറഞ്ഞൊരു കൗണ്ടറിൻ്റെ മുന്നിലാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ടെക്നോളജി ഉപയോഗിച്ചിട്ട് ലൈവായിട്ട് മുകളിൽ കൂടി നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് കാണുന്നതാണ് ഇന്ത്യയുടെ അഭിമാനമായ PSLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഞ്ച് വെഹിക്കിളാണ്. ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റ് മറ്റ് സ്പേസ് ക്രാഫ്റ്റുകളൊക്കെ അങ്ങ് സ്പേസിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇന്ത്യയുടെ സ്വപ്നങ്ങളെ അങ്ങ് സ്പേസിലെത്തിക്കുന്ന, സ്വപ്നങ്ങളെയൊക്കെ കൊണ്ടുപോയി സ്പേസിലെത്തിക്കുന്ന ഒരു വാഹനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇത് കാണാൻ ഒരു ഭയങ്കര രസം തന്നെ. ഈ കാണുന്നത് ഒരു എക്സ്പെരിമെൻ്റ് സ്പേസ് ക്രാഫ്റ്റാണ്. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചിറക്കും. ഈ ഹാളിലുള്ള ഒരു പ്രധാന അട്രാക്ഷൻ ഏരിയ ആണ് ഇത്. ഒരുവിധം സാറ്റലൈറ്റുകൾ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാറ്റലൈറ്റ്, പല സൈസിലുള്ള സാറ്റലൈറ്റുകളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം എല്ലാം മോഡലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കില്ല, കണ്ട എല്ലാത്തിനും കറക്റ്റ് റിയാലിറ്റി ഫീൽ ചെയ്യും. നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല, പക്ഷെ എന്താണെങ്കിലും ഒരു അത്രക്കും ഫിനിഷിങ്ങിൽ അത് ചെയ്തത്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ആസ്ട്രോനോട്ടിൻ്റെ എൻ്റയർ സ്പേസ് ഡ്രസ് ഉണ്ട്, ഫേസ് ഇല്ലാതെ. അപ്പോൾ ആൾക്കാർ ഈ സ്പേസ് ഡ്രസ്സിൻ്റെ ബാക്കിൽ നിന്നിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് അഭിമാനത്തോടെ ഉഷാറായിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകും. ഓരോ സാറ്റലൈറ്റിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് സാറ്റലൈറ്റുകൾ നിരത്തി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്റേ ആസ്ട്രോണമിയിലും സോളാർ ഫിസിക്സിലുമൊക്കെ എക്സ്പെരിമെൻ്റ് നടത്താൻ ഉണ്ടാക്കിയ ഒരു ചെറിയ സാറ്റലൈറ്റാണ് ആര്യഭട്ട. നമ്മുടെ ഭാവിയിലേക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന, ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ സാറ്റലൈറ്റ്, പിന്നെ ഈ സ്പേസ് ടെക്നോളജിയൊക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് സയൻസ് എഞ്ചിനീയറിങ്ങിനൊക്കെ താല്പര്യമുള്ള കുട്ടികളൊക്കെ എന്താണെങ്കിലും നിങ്ങളിവിടെ ഈ മ്യൂസിയം കൊണ്ടുവന്ന് കാണിപ്പിക്കണം. കാരണം അങ്ങനെ ഒരു അഭിരുചിയുള്ള കുട്ടികൾ
ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് എന്താണെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു അങ്ങേയറ്റം ലെവലിലേക്ക് എത്തും. അപ്പോൾ അത് അവർക്ക് കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾ അറിയാനും വളരെ രീതിയിൽ ഉപകാരപ്പെടും. ഈ മ്യൂസിയത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ടെക്നോളജികളും പ്രൊഡക്റ്റുകളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിലുള്ള രസം കണ്ടു പോവുക എന്നായിരിക്കും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രത്യേക ഫീല് കുട്ടികൾക്കുണ്ടാവും. അതുമാത്രവുമല്ല, അവരിത് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും അവർ ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും ഭാവിയിൽ ഈ മേഖലയിൽ തന്നെ എത്തിച്ചേരാനുള്ളൊരു സാധ്യതയും ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടികളെ എന്താണെങ്കിലും മസ്റ്റായിട്ട് ഇവിടെ കാണിക്കാം. ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനുള്ള ഒരു സ്തുതിയായിട്ടാണ് ഈ ഏരിയ ഉള്ളത്. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഫസ്റ്റ് ലോഞ്ച് വെഹിക്കിളായ SLV3യുടെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ തന്നെ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു കൊച്ചു ആൻറ്റിനയുടെ മോഡലാണ്. റെഡ് സിഗ്നലായിട്ട് വരുന്നത് സിഗ്നൽ റിസീവ് ചെയ്ത് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നതാണ് കാണുന്നത്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് മിഷൻ കൺട്രോൾ സെൻറ്റർ. ഈ കൺട്രോൾ സെൻറ്ററിൽ നിന്നാണ് ഓരോ മിഷൻ്റെയും സ്പേസ് ക്രാഫ്റ്റിനെ ലോഞ്ച് മുതൽ ലാൻഡിങ് വരെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു മിഷൻ കറൻ്റ്ലി റണ്ണിങ് ആണെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള കുറേ ഡിസ്പ്ലേകൾ, ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ലോഞ്ച് കോംപ്ലക്സ്, ഇത് ഈ ഏരിയ കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ കുറേ സാറ്റലൈറ്റ് പിന്നെ ലോഞ്ച് വെഹിക്കിൾസൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അങ്ങ് സ്പേസിലേക്ക് ലോഞ്ച് ചെയ്യുന്നൊരു ഏരിയ ആണത്. അതിനാവശ്യമുള്ള ടവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് സെക്ഷൻ, നമ്മളെ സെക്ഷൻ. ബെൽ ഹോൾ ഓഫ് ഇലക്ട്രോണിക്സിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നല്ല കളർഫുൾ ആൻഡ് ഒരു ഇൻഫോർമേറ്റീവ് വാൾപേപ്പർ ഉണ്ട്. ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഇതിൽ കാണിക്കുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ഇന്ത്യയിൽ എവിടേക്കാണ് ഉള്ളത് എന്ന് കാണിക്കുന്ന ഒരു മാപ്പാണ് അടുത്തത് കാണാനുള്ളത്. അടുത്തത് ഇലക്ട്രോണിക് തിയേറ്റർ. ഇതിൻ്റെ അകത്ത് ഒരാൾ സുഖമായിട്ട് കിടന്നുറങ്ങണം, സ്റ്റോറി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ പ്രസൻറ്റേഷനും കണ്ടിട്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഇലക്ട്രോണിക് ഹിസ്റ്ററി ഓഫ് ടൈം ലൈൻ കാണുന്നത്. ഈ ഇൻഡസ്ട്രിയിലുണ്ടായ മേജർ മൈൽ സ്റ്റോണുകൾ, പ്രൊഡക്ട്സിൻ്റെ ഇന്നോവേഷൻ, അതിലുള്ള പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾ, അങ്ങനെ ഒരുവിധം മിക്ക എല്ലാ ഇൻഫോർമേഷനുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്തത് സയൻസ് ഫോർ കിഡ്സ്. ഇതൊരു കളർഫുൾ ഏരിയ ആണ്. കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലം തന്നെ, പക്ഷേ വേറെ വെറൈറ്റികൾ. ഇതൊരു മാർബിളിൽ കുറേ ഡ്രോയിങ്സ് ഉണ്ട്. അത് കുട്ടികൾക്ക് ഓർഡർ ആക്കിയിട്ട് ഇങ്ങനെ കളറൊക്കെ മാച്ച് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഓരോ ആനിമൽസിൻ്റെ ഫോട്ടോസ് കാണിച്ചിട്ട് അത് ഏതാ ആനിമൽസ് എന്ന് ഗസ് ചെയ്യാനൊക്കെ. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര വലിയ കാര്യമായിരിക്കും കേട്ടോ. നമ്മളത് ജസ്റ്റ് ഇങ്ങനെ കണ്ടുവിടുകയാണെങ്കിലും കുട്ടികൾക്ക് അത് വലിയ കാര്യം തന്നെ. കാരണം കാണിക്കുന്നതിനൊക്കെ ആ ഒരു റിയാലിറ്റി ഉണ്ട്. നല്ല ഫിനിഷിങ്ങിലാണ് എല്ലാം ചെയ്യുന്നത്. ഇതൊരു വ്യത്യസ്ത സംഭവം. രണ്ട് വീൽസ്. അപ്പം കളർ കോമ്പിനേഷൻ ഒക്കെ ചെറിയൊരു രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാവും. രണ്ട് കളറുകൾ മിക്സ് ആവുമ്പം ഏത് കളർ വരും. അപ്പോൾ അത്ര പെർഫെക്ഷൻ ഒന്നും അല്ല കണ്ടോ, അത് അത്ര പെർഫെക്ഷൻ ഒന്നുമല്ല. എന്നാലും കുട്ടികൾക്ക് ഒരു ഐഡിയ മനസ്സിലാവും, ഇങ്ങനെയാണ് രണ്ട് കളറുകൾ ഉണ്ടാകുന്നതൊക്കെ. കണ്ണാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ അകത്ത് കയറിയപ്പം ശരിക്കും പെട്ടു. രസമായിട്ട് കയറിയതായിരുന്നു. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ തന്നോട് ചോദിക്കണം താൻ ആരാണെന്ന്. പിന്നെ ഞാൻ പെട്ടു എന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ പറയല്ല കേട്ടോ. അത് അത്യാവശ്യം വലുതാണ് സംഭവം. നമ്മളെ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലൊക്കെ ഉണ്ട്. നമ്മൾ ഒരുവിധ സ്ഥലത്തൊക്കെ ഇത് കണ്ടതാണ്. പക്ഷേ കുറച്ച് ഏരിയ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലെങ്ങനെ ഇറങ്ങാൻ പറ്റും. ഇത് എക്സിറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എക്സിറ്റ് അല്ലാതെ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പെട്ടെന്ന് നമ്മൾ തോന്നും വളരെ എളുപ്പമാണ്, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ കുറച്ച് പണിയാണ്. ഇങ്ങനെ വന്ന് ഓരോ സ്ഥലത്ത് വന്ന് ബ്ലോക്കായി നിൽക്കും. സംഭവം അടിപൊളിയാണ്.
ഇത് കണ്ടോ, നമ്മൾ കൈയൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കൈയിൻ്റെ ഷേപ്പൊക്കെ കാണിക്കുന്ന ഒരു ബോർഡാണ്. ബോർഡിൻ്റെ അത് ആക്ച്വലി ഒരു ആണിയാണ്. അപ്പോൾ ആ പ്രസ് ചെയ്യുമ്പോൾ ആണി ആക്ച്വലി ബാക്കിലേക്ക് പോകണം, അങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സെക്ഷൻ ഇത് എടുത്ത് പറഞ്ഞ ഒരു സെക്ഷനാണ്. സ്മെല്ല് സെൻസ് ചെയ്യാന്ന്, സെൻസ് ദ സ്മെല്ല്. ഇത് നമ്മൾ ഇവിടെ താഴത്തുള്ള ബോർഡിൽ കുറേ ഫ്ലവേഴ്സിൻ്റെയൊക്കെ പേരും അതിനോട് താഴത്ത് ഓരോ ബട്ടൺസ് ഉണ്ടാവും. ആ ബട്ടൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഫ്ലവർ ഏത് ഫ്ലവറാണോ നമ്മൾ നോക്കിയത് ആ ഫ്ലവറിൻ്റെ ആ ഒരു സ്മെല്ല് അപ്പോൾ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പ്രേ അവർ ആ സമയത്ത് അവർ അടിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും നല്ല രസമാണ് ഈ സംഭവം. ഈ കാണുന്നതാണ് ഇലക്ട്രോണിക്സിൻ്റെ കമ്പോണൻസ്. ഇപ്പം ഈ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഐ സി ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഐ സി ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റുള്ള കമ്പോണൻസ്, കപ്പാസിറ്ററുകൾ, റെസിസ്റ്ററുകൾ, പിന്നെ ട്രാൻസിസ്റ്ററുകൾ, അങ്ങനെ ഓരോ കമ്പോണൻസൊക്കെ ഒരു വലിയൊരു ട്യൂബിൻ്റെ അകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ കൗണ്ടർ കൊണ്ട് വേറെ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഇത് ഓഫാക്കി വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ചിപ്പ് ഉണ്ടല്ലോ, ഐ സി, ഇൻ്റഗ്രേറ്റഡ് ചിപ്പ്. ഈ ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഈ കാണിക്കുന്നത്. ഇത് ആക്ച്വലി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയാണ്. വേൾഡിൽ തന്നെ വളരെ കുറച്ച് രാജ്യങ്ങളിലെ ഇങ്ങനത്തെ ചിപ്പൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഈ സെറ്റപ്പൊക്കെ ഉള്ളൂ. ഈ ഒരു പ്ലേറ്റ് കണ്ടില്ലേ, ഇത് സിലിക്കൺ വേഫേഴ്സാണ്. നേരത്തെ പറഞ്ഞില്ലേ CMOS ടെക്നോളജി, VLSI ടെക്നോളജിയൊക്കെ, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഐ സികളൊക്കെ വളരെ മൈക്രോ സൈസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, 42 മില്യൺ ട്രാൻസിസ്റ്റേഴ്സാണ് ഒരു സിംഗിൾ പെൻറ്റിയം 4 പ്രോസസ്സറിൻ്റെ അകത്തുള്ളത്. അപ്പം ഈ ട്യൂബിൽ കാണിക്കുന്ന അങ്ങനത്തെ ട്രാൻസിസ്റ്റർ അല്ല, അതിൻ്റെ അകത്ത് വേറെ ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ടാവും. എന്താണെങ്കിലും 42 മില്യണാണ് ഒരൊറ്റ പ്രോസസ്സറിൻ്റെ ഉള്ളിലുള്ളത്. ബൈനറി കോഡ് ഏരിയ, ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്. ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ PCB, നമ്മളെ മദർ ബോർഡൊക്കെ അല്ലേ എല്ലാവർക്കും അറിയുന്നത്. അപ്പം അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണിക്കുന്നത്, വലിയ മദർ ബോർഡ്. അപ്പോൾ ഇവിടെ 2 സർക്യൂട്ട് അവർ ചെയ്തിട്ടുണ്ട്. മദർ ബോർഡ് എന്ന പോലെ തോന്നിക്കുന്ന വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു ഷീറ്റ് ബാക്കിൽ വെച്ചിട്ട് ഈ സർക്യൂട്ടിലുള്ള കമ്പോണൻസൊക്കെ കണക്ട് ചെയ്തിട്ട് അതെല്ലാം വർക്കിങ്ങുമാണ്. അല്ല, ആൾക്കാർ കൈമുട്ടുമ്പോഴൊക്കെ സെൻസ് ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ കൗണ്ടർ, താഴത്തുനിന്ന് ആ ടൈമിങ് ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. LED വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നത്. ഒരു ഗ്രൗണ്ട് സ്റ്റേഷന് സാറ്റലൈറ്റിലേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് സാറ്റലൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള മറ്റ് 2 ആൻറ്റിനാസിന് ഇൻഫർമേഷൻ പാസ് ചെയ്ത്, പിന്നെ സാറ്റലൈറ്റ് ഒരേ സമയം 3 ഗ്രൗണ്ട് സ്റ്റേഷൻ ആൻറ്റിനാസിന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഇവിടെ കാണിക്കുന്നത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിലെ ടെക്നോളജീസൊക്കെയാണ്. നമ്മൾ ബ്രോഡ്ബാൻഡൊക്കെ സാധ്യമാക്കി തന്നൊരു വലിയൊരു ടെക്നോളജി തന്നെയാണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സാധ്യമാകുന്നത്, നെറ്റ്വർക്കിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെയാണ് അവരിവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ടടുത്തുള്ള ഒരാളെ വിളിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കോൾ ഈ നെറ്റ്വർക്കിൽ കൂടി എല്ലാം കയറി ഇറങ്ങിയിട്ടാണ് അവരുടെ മൊബൈലിൽ എത്തുന്നത് നമ്മുടെ കോൾ. ഡിജിറ്റൽ കോറിഡോർ, നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ ഇമേജ് മറ്റൊരു സൈഡിൽ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജി എന്നൊന്നും പറയാനില്ല. നമ്മൾ ആക്ച്വലി ഒരു ഫ്രെയിമിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ നിൽക്കുമ്പോൾ അത് ബ്ലോക്ക് ആയില്ല ആ ലൈറ്റൊക്കെ, അപ്പോൾ അത് റിഫ്ലക്റ്റ് ആയി അപ്പുറത്ത് വരുമ്പോൾ ഷാഡോ പോലെ കാണും. മ്യൂസിയത്തിലേക്ക് എൻട്രി ചെയ്തപ്പോൾ ഈ ഏരിയ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം കണ്ട് തിരിച്ചിറങ്ങുമ്പോഴാണ് ഇത് കണ്ടത്. ഈ ഒരു ഏരിയ, ഇവിടെ വിശ്വേശ്വരയ്യ ഉപയോഗിച്ച കുറേ വസ്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, പിന്നെ കുറേ ബുക്കുകൾ, അദ്ദേഹത്തിന് കിട്ടിയ കുറേ മൊമെൻറ്റോസ്, അങ്ങനെ വിലപിടിപ്പുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഷോക്കേസിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച ഓരോ കാര്യങ്ങളും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും നിങ്ങൾ കാണണം. പിന്നെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ പുറത്തുള്ള ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഈ ഓരോ ഫ്ലോറിലും എന്തൊക്കെ സെക്ഷനാണുള്ളത് എന്നും, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സെക്ഷനിൽ മാത്രം പോയിട്ട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും.
മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള ഗാർഡനിലും ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രസമായിട്ട് തോന്നി ഇത് മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇത്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം, പേരൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.